एक बार मोमबत्ती और दीपक में विवाद हो गया। इसका कारण यह था कि एक दिन जब बत्ती चली गई तो घर की मालकिन ने मोमबत्ती जलाई। इसे चिपकाने की दूसरी जगह न देखकर उसने एक खाली दीपक में ही मोमबत्ती को चिपका दिया। അപ്പോൾ ഒരു പ്രാവശ്യം ഒരു മോംബത്തി എന്ന് പറയുന്നത് കാൻഡിൽ, പിന്നെ और ദീപക് എന്ന് പറയുന്നത് ദിയയാണ്. ഇപ്പോൾ അവർ രണ്ടാളും തമ്മിൽ ഒരു വാദ്വിവാദം. ആ വാദ്വിവാദം എന്തിനായിരുന്നു? ഏക് ദിൻ ജബ് ബത്തി ചലി ഗയി, ഒരു ദിവസം കറണ്ട് പോയപ്പോൾ, ഈ ബത്തി എന്ന് പറയുന്നത് ബൾബാണ്, അപ്പോൾ ഇവിടെ ബൾബ് എന്ന് ഉദ്ദേശിക്കുന്നത് കറണ്ട് പോയ സമയത്ത് ഗൈ तो घर की मालकिन ने मोमबत्ती जलाई. അപ്പോൾ വീട്ടിലത്തെ ആ സ്ത്രീ മാലക്കി എന്ന് പറയുന്നത് ഹൗസ് ഓണർ, അവര് ഒരു മോംബത്തി കത്തിച്ചു, ഒരു കാൻഡിൽ കത്തിച്ചു. ഇസെ ചിപ്കാനെ की दूसरी जगह न देखकर, അപ്പൊ ഇത് ഒട്ടിക്കാൻ വേറൊരു സ്ഥലം അവർക്ക് കണ്ടില്ല. അപ്പൊ അവർ എന്താ ചെയ്തത്? उसने एक खाली दीपक में ही मोमबत्ती को चिपका दिया. അപ്പൊ അവരവിടെ ഒരു ദീപക് വെച്ചിരുന്ന് കണ്ടു. അപ്പൊ അതിൽ തന്നെ ഈ മോംബത്തിനെ ഒട്ടിച്ചു വെച്ചു. यह देखकर दीपक को बहुत क्रोध आया. वह बोला, अगर मेरे अंदर ही मोमबत्ती चिपकानी थी तो मुझे ही जला लिया होता. അപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ ദീപകിൻ്റെ ഉള്ളിലാണ് ആ മോംബത്തി കത്തിച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ ദീപകിന് ഭയങ്കര ദേഷ്യം വന്നു. ആ ദിയയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. ദേഷ്യം വരാനുള്ള കാരണം എന്താ? അപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് പറയാണ്, അഗർ മേരെ അന്തർ ഹി മോംബത്തി ചിപ്കാനി थी, ഇപ്പം എൻ്റെ ഉള്ളിൽ തന്നെ ഈ കാൻഡിൽ ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ मुझे ही जला लिया होता, എന്നെ കത്തിച്ചാ മതിയായിരുന്നില്ലേ. दीपक ने हिलने डुलने की कोशिश की मगर मोमबत्ती अड़ी खड़ी रही. അപ്പൊ ദീപക് ദേഷ്യം വന്നിട്ട് അതൊക്കെ ഇങ്ങനെ ഇളക്കാൻ തുടങ്ങി, കാരണം ആ മോംബത്തി വീണോട്ടെ വെച്ചിട്ട്. ബട്ട് മഗർ മോംബത്തി അടി ഖടി രഹി, പക്ഷെ മോംബത്തി സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഭയങ്കര ഫേം ആയിട്ട് തന്നെ അവിടെ നിലയുറപ്പിച്ചു. कुछ सोच विचार कर बोली, दीपक भाई आपका गुस्सा समझती हूँ, आप हमारे बुजुर्ग हैं, मगर मालकिन का गुस्सा मेरे ऊपर क्यों उतार रहे हो. അപ്പോൾ മോംബത്തി പറയേനെ കുറച്ച് ചിന്തിച്ചിട്ട് പറയേനെ, ദീപക് ഭായ് ആപ്ക ഗുസ്സ സമജ്തി ഹും, ദീപക് ഭായ് നിങ്ങളുടെ ദേഷ്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആപ് ഹമാരെ ബുസുർഗ് ഹൈ, ഞങ്ങളുടെ മുതിർന്നവരാണ്, യു ആർ ഓൾഡർ. मगर मालकिन का गुस्सा हम मेरे ऊपर क्यों उतार रहे हो. മാൽക്കിനോടുള്ള ദേഷ്യം, ഹൗസ് ഓണറോടുള്ള ദേഷ്യം എന്നോട് എന്തിനാ കാണിക്കുന്നത്? मोमबत्ती की बात सुनकर दीपक बोला, मैं कौन होता हूँ गुस्सा उतारने वाला, मगर तुम्हें तो मेरा इस तरह अपमान नहीं करना चाहिए था. അപ്പം മോംബത്തിയുടെ വാക്ക് കേട്ടിട്ട് ദീപക് പറയുന്നേ, मैं कौन होता हूँ गुस्सा उतारने वाला, ഞാൻ ആരാ എന്നോട് ദേഷ്യം കാണിക്കാൻ. मगर तुम्हें तो मेरा इस तरह अपमान नहीं करना चाहिए था, പക്ഷെ അനക്കെങ്കിലും എന്നെ ഇങ്ങനെ അപമാനിക്കാതെ ഇരിക്കാമായിരുന്നല്ലോ. दीपक को समझाते हुए मोमबत्ती बोली, कैसा अपमान भाई, मालकिन की मर्जी, गुलाम तो मैं भी हूँ, नहीं तो कौन खुशी से अपने को खत्म करता है, खुद जलकर दूसरों को रोशनी देती हूँ. അപ്പോൾ ദീപകിനെ മനസ്സിലാക്കി കൊടുത്തിട്ട് മോംബത്തി പറയേന്, കൈസ അപ്മാൻ ഭായി, എങ്ങനെ എന്ത് ഇൻസൾട്ട് ചെയ്തു എന്നാ പറയുന്നത്, അപമാനിച്ചു എന്ന് പറയുന്നതല്ലോ, എങ്ങനെയാണ് അപമാനിച്ചത്. മാൽക്കിൻ കി മർജി, ഇതിപ്പോൾ മാലിക്കിൻ്റെ ഇഷ്ടമാണ്. ഗുലാം തോ മേ ബി ഹൂ, ഞാൻ അവരുടെ അടിമയാണ്. नहीं तो कौन खुशी से अपने को खत्म करता है, അല്ലെങ്കിൽ ആരാണ് സ്വന്തം എന്നെ നശിപ്പിക്കാൻ നോക്കുന്നത്. ഖുദ് ജൽക്കർ ദൂസറോക്കോ റോഷ്നി ദേത്തി, ഞാൻ സ്വയം ഉരുകിയിട്ടാണ് അടുത്തുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്നത്. दीपक को तो मोमबत्ती की कमी समझ आ रही थी. वो बोला, तो इसमें इतना इतराने की क्या बात है, यह तो तुम्हें बनाने वालों का कसूर है. मुझे देख लो, रोशनी तो मैं भी देता हूँ मगर खुद को बचाए रखता हूँ. അപ്പോൾ ദിയയ്ക്ക് മോംബത്തിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്, എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ പറയാന്, तो इसमें इतना इतराने की क्या बात है, അതിനിപ്പോൾ ഇത്ര അഹങ്കരിക്കേണ്ട ആവശ്യം എന്താ.
यह तो तुम्हें बनाने वालों का कसूर है. ഇത് നിന്നെ ഉണ്ടാക്കിയ ആളുടെ അപരാധമാണ്, തെറ്റാണ്. मुझे देख लो, എന്നെ നോക്കൂ. रोशनी तो मैं भी देता हूँ, വെളിച്ചം ഞാനും കൊടുക്കാറുണ്ട്. മഗർ ഖുദ് കോ ബച്ചായെ രഖ്താ ഹൂം, പക്ഷെ എന്നെ സ്വയം രക്ഷിച്ചിട്ടാണ് ഞാൻ അടുത്തുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്നത്. दीपक की ऐसी बातें सुनकर मोमबत्ती बोली, यदि किसी में कोई कमी हो तो अपने को इतना सही सिद्ध करने के लिए बड़ा चढ़ाकर नहीं बताना चाहिए. तुम अगर धरती पर गिर जाओ तो टुकड़े टुकड़े होकर बिखर जाओगे या नहीं. അപ്പോൾ ദീപകിൻ്റെ ഇങ്ങനത്തെ വർത്തമാനം കേട്ടിട്ട് മുമ്പത്തി പറയാണ്, ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ സഹി അപ്നേക്കോ സഹി സിദ്ധ് കർണേക്കല്, സ്വയം വലിയ ആളാവാൻ വേണ്ടിയിട്ട് ശരിയാണെന്ന് സമ്മതിക്കാൻ വേണ്ടിയിട്ട് ബടാ ചടാക്ക നഹി ബത്താന ചെയ്യും, സ്വയം പുകഴ്ത്തി പറയരുത്. തും അഗർ ധർത്തി പർ ഗിർ ജാവോ, നിങ്ങൾ അഗർ താഴ്ത്ത് വീണിട്ടുണ്ടെങ്കിൽ, നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ, तो टुकड़े टुकड़े होकर बिखर जाओगे या नहीं, നിങ്ങൾ താഴ്ത്ത് വീണിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പീസായിട്ട് ചിതറി പോവില്ലേ. दूर बैठी लालटेन इन दोनों की बात सुन रही थी. वह हंसने लगी. उसे हंसता देख दोनों चौंके. क्यों हंसती हो, दोनों ने एक साथ पूछा. അപ്പോൾ അവിടെ കുറച്ച് അപ്പുറത്തൊരു ലാൻറ്റൺ ഇരുന്നിരുന്നു. അപ്പോൾ അത് ഇവരുടെ രണ്ടാളുടെയും വർത്താനം കേട്ടിട്ട് ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർ ഈ ലാൻറ്റൺ ചിരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ രണ്ടാലും സർപ്രൈസായി. क्यों हंसती हो, दोनों ने एक साथ पूछा. എന്തിനാണ് ചിരിക്കുന്നത്, രണ്ടാലും ഒപ്പം ചോദിച്ചു. बस ऐसे ही तुम दोनों की बात सुनकर हंसी आ गई. अरे पगलो, आपस में ही लड़ते रहते हो, इसलिए जीवन में कुछ नहीं कर सकते. हमेशा यही सोचते रहे कि तुम दूसरों के लिए कितना त्याग करते हो. जब तक दूसरों का त्याग न देखो तब तक अपना त्याग बड़ा नजर आता है. അപ്പോൾ എന്തുകൊണ്ടാണ് ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ലാൻറ്റൺ പറയാന്, ചുമ്മാ വെറുതെ അങ്ങനെ ചിരിച്ചതാണ്, നിങ്ങളുടെ സംസാരം കേട്ടിട്ട് ചിരിച്ചു പോയതാണ്. അരെ പകലോ, അരെ വിഡ്ഡി, ആപ്പസ് മേ ഹി ലഡ്തേ രഹത്തെ ഹോ, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തന്നെ ഏത് നേരത്തും വഴക്ക് കൂടിയിട്ടാണ്. ഇസ്ലിയെ ജീവൻ മേ കുച്ച് നഹി കർ സക്തെ, അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. हमेशा यही सोचते रहे कि तुम दूसरों के लिए कितना त्याग करते हो, നിങ്ങൾ രണ്ടാലും ഏത് നേരം ചിന്തിക്കുന്നത് നിങ്ങൾ അടുത്തുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ത്യാഗാണ് ചെയ്തത്. जब तक दूसरों का त्याग न देखो तब तक अपना त्याग बड़ा नजर आता है. അപ്പം ഏത് വരെയാണ് നമ്മൾ അടുത്തുള്ളവർ ചെയ്യുന്ന ത്യാഗം നമുക്ക് മനസ്സിലാവാത്തത്, അതുവരെ നമ്മൾ എന്ത് ചെയ്താലും അത് വലിയൊരു സംഭവമാണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ അടുത്തുള്ളവരിനൊക്കെ ചെയ്യുന്ന കാര്യങ്ങളും കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ത്യാഗം ഒന്നല്ല എന്ന് കാണാം, അറിയാം. यह क्यों नहीं सोचते कि बिजली के इस जमाने में भी तुम उपयोगी हो, खत्म नहीं हुए हो. അപ്പം നിങ്ങൾക്ക് ഇതെന്തുകൊണ്ട് ചിന്തിച്ചൂടാ, कि बिजली के इस ज़माने में, बिजली ഇലക്ട്രിസിറ്റി ഉള്ള ഈ കാലത്തും കൂടി തും ഉപയോഗി ഹോ, നിങ്ങൾ യൂസ്ഫുൾ ആണ്, നിങ്ങൾ ഇപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഖത്മ നെയ്യ് ഹുവേ ഹോ, നിങ്ങൾ നശിച്ചു പോയിട്ടില്ല, നിങ്ങൾ ഇല്ലാതെ ആയിട്ടില്ല. ഉസ് बेचारे बैल से पूछो जो जीवन भर मालिक की सेवा करता है, अन्न उपजाता है और बुढ़ापे में उसे घर से निकाल दिया जाता है. അപ്പോൾ ലാൻറ്റൻ പറയാണ് ഉസ് ബെച്ചാരെ ബേൽ സെ പൂച്ചോ, ആ പാവം ഓക്സിനോട്, കാളയോട് ചോദിക്കൂ. ജോ ജീവൻ ഭർ മാലിക്ക് സേവ കർത്ത, ജീവിതം മൊത്തം യജമാന് വേണ്ടിയിട്ട് സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന ഉപജാത്ത ഹെ, കൃഷി സ്ഥലത്ത് പോയിട്ട് അന്നം ഉണ്ടാക്കുന്നു. और बुढ़ापे में उसे घर से निकाल दिया जाता है, പക്ഷെ വയസ്സാവുമ്പോൾ ഈ യജമാനെ, ഈ കാളെ, ഓക്സിനെ വീട്ടിൽ നിന്ന് പുറത്ത്. लालटेन की इन बातों को सुनकर दीपक और मोमबत्ती ने अपने झगड़े को हमेशा के लिए समाप्त कर दिया. അപ്പോൾ ലാൻറ്റൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് ഈ ദീപക്കും മോംബത്തിയും തമ്മിൽ തല്ല് കൂടുന്നത്, വഴക്ക് കൂടുന്നത് എന്നേക്കായി നിർത്തി. ഓക്കെ.
അപ്പോൾ ഈ ലെസണിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അടുത്തുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നോ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിലോ അതിങ്ങനെ വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളെക്കാളും വലിയ വലിയ സഹായങ്ങളും വലിയ വലിയ ത്യാഗങ്ങളും ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റില്ല. അത് കാണുകയാണെങ്കിൽ നമ്മളിപ്പോൾ അവർ ചെയ്യുന്ന കാര്യം കൂടി മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തത് ഒന്നുമല്ല എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ സ്വയം പുകഴ്ത്താതെ ഇരിക്കുക. അടുത്തുള്ളവർ ചെയ്യുന്ന കാര്യം കൂടി അതെന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പം എന്താ വഴക്ക് കൂടലൊക്കെ തനിയെ നിൽക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ ജീവിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു പരാതി ഉണ്ടാവില്ല, ഒരു വിഷമവും ഉണ്ടാവില്ല. അടുത്തുള്ളവർ അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള പരാതി നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടുള്ള വിഷമവും നമുക്ക് ഇല്ലാതെയാവും.